കാലവർഷക്കെടുതികൾ നേരിടാൻ സംസ്ഥാനം പൂർണ്ണ സജ്ജമാണെന്നും അധികൃതർ നൽകുന്ന അറിയിപ്പുകൾ അവഗണിക്കരുതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങൾ, പുഴയോരം, വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ ക്യാമ്പുകളിലേക്ക് മാറണം. മുന്നറിയിപ്പുള്ളപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. ഇടുക്കി, മലപ്പുറം, കാസർഗോഡ്, തൃശൂർ ജില്ലകളിൽ ദേശീയ ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ശക്തമായ മഴയെ തുടർന്ന് സംസ്ഥാനത്തെ നദികളിലും പുഴകളിലും ഡാമുകളിലും ജലനിരപ്പ് ഉയരുന്നതായി മുഖ്യമന്ത്രി അറിയിച്ചു. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ നിർദ്ദേശിച്ചു. ഉരുൾപൊട്ടൽ മേഖലകളിൽ താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്ക് മാറാൻ തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പുഴകളിലും നദികളിലും ജലനിരപ്പ് വല്ലാതെ ഉയർന്നിരിക്കുകയാണ്. ജലാശയങ്ങളിൽ കുളിക്കുന്നതും മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പുള്ള സമയങ്ങളിൽ കടലിൽ പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങൾ, പുഴയോരം, സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, മറ്റ് പാരിസ്ഥിതിക ലോല പ്രദേശങ്ങൾ, ഇവിടങ്ങളിൽ താമസിക്കുന്നവർ ബന്ധുവീടുകളിലേക്കോ ക്യാമ്പുകളിലേക്കോ മാറി താമസിക്കാൻ തയ്യാറാകണം. എല്ലാ ജില്ലകളിലും അടിയന്തരഘട്ട കാര്യനിർവഹണ കേന്ദ്രങ്ങളും താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെൻ്ററുകളും മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാണ്. സാധാരണ അവലംബിക്കുന്ന മാർഗങ്ങൾക്ക് പുറമെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം മുന്നറിയിപ്പ്, ആ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള സൈറണുകളുണ്ട്. ആ സൈറണുകളിലൂടെയുള്ള സന്ദേശവും നൽകുന്നുണ്ട്. ഇത് തുടരുന്നതാണ്. സംസ്ഥാനത്തെ സിവിൽ ഡിഫൻസ്, ആപ്തമിത്ര, സന്നദ്ധ സേന തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകരെ അടിയന്തര സാഹചര്യങ്ങളിൽ വിന്യസിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്.